अरे आगे से हटिए ना। अरे किनारे होइए ना, आप थोड़ा ना होइए ना। अरे झंडा उठाइए। രാജ്യവ്യാപകമായി അമിത്ഷായ്ക്കുള്ള പ്രതിഷേധം കോൺഗ്രസ് നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അംബേദ്കറിനെതിരായിട്ടുള്ള പരാമർശത്തോടു കൂടിയാണ് അമിത്ഷായ്ക്കെതിരെ വലിയ രീതിയിൽ കോൺഗ്രസ് അടക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നത്. അംബേദ്കർ 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 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുന്നുവെന്നും അങ്ങനെ പറയുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നുവെന്നും ആ സമയത്ത് ഭഗവാന്റെ നാമം ചൊല്ലിയാൽ 7 ജന്മത്തിൽ സ്വർഗം ലഭിക്കും എന്നുമായിരുന്നു അമിത്ഷാ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയത്. ഇതിനെതിരെ സഭയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. സഭയ്ക്കകത്തും പുറത്തും വലിയ രീതിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം നടത്തുമ്പോൾ, അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുമ്പോൾ 2 കോൺഗ്രസ് പ്രവർത്തകർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഉത്തർപ്രദേശിലും ലക്നൌവിലുമാണ് 2 കോൺഗ്രസ് പ്രവർത്തകർ മരണപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇവരുടെ മരണം പോലീസ് ആക്രമണത്തിലുള്ളതല്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇവരുടെ മൃതശരീരത്തിൽ യാതൊരു രീതിയിൽ അടികൊണ്ടതിൻ്റെയോ അല്ലെങ്കിൽ മുറിവുകളുടെയോ ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേസമയം കോൺഗ്രസ് പറയുന്നത് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് ആക്രമണത്തിലാണ് ഇരുവരും മരണപ്പെട്ടത് എന്നുള്ളതാണ്. അതേസമയം അമിത്ഷായ്ക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും അമിത്ഷായുടെ കോലമടക്കം കത്തിക്കുന്നുണ്ട്. നടൻ വിജയ് അടക്കം അമിത്ഷായ്ക്കെതിരെ പരോക്ഷ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അംബേദ്കർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ചിലർക്ക് അലർജിയാണ് എന്നുള്ളതാണ് നടൻ വിജയുടെ വിമർശനം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. माफी मांगो, 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 माफी मांगो। बाबा साहब का अपमान नहीं जाएगा, बाबा साहब का अपमान नहीं जाएगा। माफी मांगो, माफी मांगो, माफी मांगो, माफी मांगो, माफी मांगो, माफी मांगो, माफी मांगो। अरे आगे से हटिए ना। अरे किनारे होइए ना, आप थोड़ा ना होइए ना। अरे झंडा उठाइए।